നമ്മൾ യാദഗിരി ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സ്വർണ്ണഗിരി ടെമ്പിളിലേക്കാണ് കേട്ടോ. യാദഗിരി ടെമ്പിളിൽ നിന്ന് ഒരു അരമണിക്കൂറത്തെ ഡ്രൈവ് ഉള്ളൂ സ്വർണ്ണഗിരി ടെമ്പിളിലേക്ക് കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. നമ്മളൊരു 4:30 ആയപ്പോഴേക്കും അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് നമുക്ക് കാണാം, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആളവിടെ ഞങ്ങളെ നിർത്തിയിട്ട് പോയി കേട്ടോ. ഞങ്ങൾ നിർത്തിയിട്ടാണെങ്കിൽ പിന്നെ ആളെ കാണാനില്ല, കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തു, അത്രയും തിരക്കുണ്ടായിരുന്നു. വണ്ടി വേറെ എവിടെയോ കൊണ്ടുവന്നിട്ടാണ് വന്നത്. പിന്നെ ആൾ വിളിച്ച് പറയുക ചെയ്തത് നിങ്ങൾ അകത്തേക്ക് കയറിക്കോ, ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കയറി വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ചേട്ടൻ അങ്ങനെ പറഞ്ഞതല്ലേ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ അമ്പലത്തേക്ക് കയറി. അവിടെ നിന്ന് നമ്മൾക്ക് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ കയറാൻ. ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് കയറി പോയി. അവിടെ ചെന്നപ്പോഴേക്കും ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണഗിരി ടെമ്പിളിലേക്ക് വരുമ്പോൾ ആദ്യം എല്ലാവരും യാദഗിരി ടെമ്പിളിൽ വന്നതിന് ശേഷം ആട്ടോ ഇവിടേക്ക് വരിക. യാദഗിരി ടെമ്പിളിൽ മെയിൻ പ്രതിഷ്ഠ നരസിംഹസ്വാമി ആണെച്ചെങ്കിൽ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു മാത്രമല്ല ഹനുമാൻ സ്വാമി ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ തന്നെ അടിപൊളിയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണു ശരശയിൽ കിടക്കുന്നത് വെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. രാത്രിക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്, നമുക്ക് നല്ല എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ വൈകുന്നേരം വരുമ്പോൾ. രാവിലെ പിന്നെ വെളിച്ചമൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല നമുക്ക് കാണാൻ. ഇവിടുത്തെ ഈ തെലുങ്കന്മാരുടെ ഇവിടുത്തെ അമ്പലങ്ങളിൽ ഒക്കെ വരണമെങ്കിൽ എപ്പോഴും വൈകുന്നേരം വരണം, അപ്പോഴാട്ടോ അതിൻ്റെ മെയിൻ ഭംഗി കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഇവിടെ ഈ നേരത്തൊക്കെ ഒരു അമ്പലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടൊക്കെ കാണാം. ഇവിടെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഉന്തും തള്ളൊക്കെ കൊണ്ട് അകത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരിക കേട്ടോ. ഇവിടേക്ക് വന്ന് ഇങ്ങനെ ചുറ്റും നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ക്യൂ ഒക്കെ നിന്നതല്ലേ കുറേ നേരം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുമ്പോഴേക്കും ധ്രുവയ്ക്കും ദിച്ചുവിനും വിഷ്ണു തുടങ്ങി. ഇവിടെ വെച്ചെങ്കിൽ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടേക്ക് കുറേ ആൾക്കാർ വരുന്നത്, അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ധ്രുവക്കുട്ടിയും തെച്ചൂസൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കിയിട്ടോ. കാര്യം ക്യൂ ഒക്കെ നിന്നിട്ട് കുറേ നിന്ന് വയ്യാതെ എല്ലാവർക്കും 8 മണി 8:30 നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ തന്നെ ആലോചിക്കുമല്ലോ എത്ര നേരം നമ്മൾ ക്യൂ നിന്നുണ്ടാവുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ചെറുതായി മഴയും ചാറി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് വേഗം ഇറങ്ങാൻ നോക്കി.